ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റിയെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നതാണ്. കറണ്ട് I = ചാർജ് ബൈ ടൈം. ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് സെക്കൻഡ് ഈസ് കോൾഡ് കറണ്ട്. ഇതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണെന്ന് പറഞ്ഞു. കറണ്ടിൻ്റെ ഒരു പ്രധാന പ്രത്യേകത നമുക്കറിയാം. ഇപ്പോൾ 5 ആംപിയർ കറണ്ട് ഇതുവഴി ഒഴുകി വരുന്നു. 5 ആംപിയർ കറണ്ട്, 3 ആംപിയർ കറണ്ട് ഇങ്ങനെ ഒഴുകി പോകുന്നു. ശരിക്കും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഈ ഡയറക്ഷനിൽ 8 ആംപിയർ കറണ്ട് പാസ് ചെയ്യും. ഈ 5 ആംപിയർ 3 ആംപിയറും കൂടെ ചേർന്ന് 8 ആംപിയർ ഇതുവഴി പാസ് ചെയ്യും. ഒരിക്കലും ഇതൊരു ആൾജിബ്രായിക് അഡീഷനാണ്, ഒരിക്കലും ഒരു വെക്റ്റർ അഡീഷൻ അല്ല. വെക്റ്റർ അഡീഷൻ ആയിരുന്നു എങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു. 5 ആംപിയർ ഇങ്ങോട്ട് വരുന്നു അല്ലേ? 5 ആംപിയർ വരുന്നു, പിന്നെ 3 ആംപിയർ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എപ്പോഴും എത്രയായിരിക്കും? 2 ആംപിയർ. വെക്റ്റർ അഡീഷൻ, കാരണം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് 2 ആംപിയർ ആയിരിക്കും ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ. അപ്പോൾ ശരിക്കും ഇതൊരിക്കലും പോസിബിൾ അല്ല കറണ്ടിനെ സംബന്ധിച്ച്. ഇത് വെക്റ്റർ അഡീഷനാണ്, ഇത് ആൾജിബ്രായിക് അഡീഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് എപ്പോഴും ഒരു സ്കെയിലാറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം സ്കെയിലാർ അഡിഷനാണ് ഇവിടെ നടക്കുന്നത്, മിയർലി ആൾജിബ്ര. ഓക്കെ, ഇത് ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം കറണ്ട് വെക്റ്റേഴ്സിൻ്റെ ഒരു പ്രിൻസിപ്പിളും ഒരു ലോയും ഒബേ ചെയ്യാത്തത് കൊണ്ട് കറണ്ട് എപ്പോഴും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഒരു പുതിയൊരു ടേം ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, വിച്ച് ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. ഇപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ വഴി കറണ്ട് പാസ് ചെയ്യുന്നു. ഈ ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുന്നു അല്ലേ? ഈ ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഏരിയ A ആണ്. സി A is the area, total area. This is the area, cross sectional area. അപ്പോൾ ഏരിയയുടെ വെക്റ്റർ നമുക്കറിയാം എപ്പോഴും ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചതാണ്. ഏരിയയെ സൂചിപ്പിക്കുന്ന വെക്റ്റർ പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഈ ഒരു പ്ലെയിൻ സർഫസ്, ഇതിൻ്റെ ഏരിയ സൂചിപ്പിക്കുന്ന വെക്റ്റർ എപ്പോഴും ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ ഏരിയ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ് I. ഇതിനെ സ്മോൾ ഏരിയകളായിട്ട് ഞാൻ ഓരോ യൂണിറ്റുള്ള ഏരിയകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. സ്മോൾ ഏരിയാസ്, യൂണിറ്റ് ഏരിയകളായിട്ട് 1 മീറ്റർ സ്ക്വയർ 1 മീറ്റർ സ്ക്വയർ 1 മീറ്റർ സ്ക്വയർ അങ്ങനെ യൂണിറ്റ് ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഏരിയയാണ് A. ഓക്കെ, കറണ്ട് ഈ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, കറണ്ട് ഡെൻസിറ്റി J, usually we define the current density as J is equal to current per unit area, current flowing per area, that is I by A is called current density. ശരിക്കും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പലതിലും പഠിച്ചിട്ടുണ്ട്. ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ആ ഒരു പ്രത്യേക ക്വാണ്ടിറ്റി നമ്മൾ ഡെൻസിറ്റി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ലീനിയർ ഡെൻസിറ്റി ഓഫ് ചാർജസ് പഠിച്ചിട്ടുണ്ട്, വോളിയം ഡെൻസിറ്റി. അതേപോലെ ഏരിയ കൊണ്ട് ഇവിടെ കറണ്ടിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. സോ വാട്ട് ഈസ് കറണ്ട് ഡെൻസിറ്റി? കറണ്ട് ഡെൻസിറ്റി ഈസ് ദി കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ. ഇതിൽ യൂണിറ്റ് ഏരിയ വഴി പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും ഇത് കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ഈ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഏരിയകൾ ഇവിടെ ഉണ്ട്. ഈ യൂണിറ്റ് ഏരിയ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഏത് ഡയറക്ഷൻ തന്നെയാണ്? ഇതേ ഡയറക്ഷൻ തന്നെയാണ് അല്ലേ? ഈ ദിശയിൽ തന്നെയാണ്. സോ ഇവിടെ നിന്ന് J is equal to I by A ആണ് നമ്മുടെ റിലേഷൻ. Then what is the unit of current density? It is ampere per meter square അല്ലേ?
mid raised to minus 2 എന്ന് എഴുതി. ആൻഡ് സി ഇറ്റ് ഹാസ് എ ഡിറക്ഷൻ. നോക്കൂ, കറണ്ട് ഈ ഡിറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്, ഏരിയ ഈ ഡിറക്ഷനിലാണ്. സോ കറണ്ട് ഡെൻസിറ്റി ഹാസ് എ ഡിറക്ഷൻ. സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കറണ്ട് ഡെൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ബട്ട് കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ജെ എ എടുക്കുന്നു. ജെ ഇൻറ്റു എ എപ്പോഴും ഐ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ഏത് ഓപ്പറേഷൻ വന്നാലാണ് ഐ സ്കെയിലാറായി മാറുന്നത്, അല്ലേ? ഏത് ഓപ്പറേഷൻ വന്നാലാണ് ഐ സ്കെയിലാറായി മാറുന്നത്? ജെ ഡോട്ട് വരുമ്പോഴാണ്. ദിസ് ഈസ് സ്കെയിലാർ പ്രോഡക്റ്റ്. ജെ ഡോട്ട് എ ഈസ് ഐ, ദിസ് ഈസ് സ്കെയിലാർ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് സ്കെയിലാറായി മാറുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ജെ എ കോസ് തീറ്റ, അല്ലേ? ജെ എ കോസ് തീറ്റ ഈസിക്കൽ ടു ഐ. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നതാണ്. സി, ഇവിടെ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ജെ ആൻഡ് എ. ജെക്കും എക്കും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. സി, ശരിക്കും എ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. അപ്പോൾ ജെയും ഈ ഡയറക്ഷൻ ആയാൽ മാത്രമേ, ഈ ഡയറക്ഷനിൽ തന്നെയാണ് ജെയും, അങ്ങനെ ആയാൽ മാത്രമേ ഈ ജെ ഡോട്ട് എ എടുക്കുമ്പോൾ ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ തീറ്റ ഈസിക്കൽ ടു 0 ഡിഗ്രി. 0 ഡിഗ്രി ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ തീറ്റ ഈസിക്കൽ ടു 0 ഡിഗ്രി. അപ്പോൾ ദെൻ വാട്ട് അബൌട്ട് ദിസ് കറണ്ട്? ഐ ഈസിക്കൽ ടു ജെ എ കോസ് 0. ദാറ്റ് ഈസ് ഐ ഈസിക്കൽ ടു, വാട്ട് ഈസ് ജെ എ കോസ് 0? ഇറ്റ് ഈസ് ജെ എ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഐ ഈസിക്കൽ ടു ജെ എ. കറണ്ട് കാണാനായിട്ട് കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഡയറക്റ്റ് എടുത്താൽ മതിയാവും. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഏരിയ കുറച്ച് ചെറുതാണ്, പക്ഷെ ഞാൻ വേറൊരു ഏരിയ പരിഗണിക്കുന്നു. സോ ഇത് കുറച്ചുകൂടെ ഗ്രേറ്റർ ഏരിയ ആണ്, ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ ഒരു ഏരിയയാണ്. അപ്പോൾ ഏരിയ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഏരിയ സൂചിപ്പിക്കുന്ന വെക്റ്റർ, ഇവിടുത്തെ ഏരിയ ആണെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന വെക്റ്റർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. സി, കറണ്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. കറണ്ടിൻ്റെ ഡയറക്ഷൻ നേരത്തെ പറഞ്ഞു, കറണ്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റിയും ഈ ഡയറക്ഷൻ തന്നെയാണ്. ദിസ് ഈസ് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ കറണ്ട് ഡെൻസിറ്റി. ഇത് കറണ്ട് ഡെൻസിറ്റി ആയാലും സെയിം ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, ഈ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ തീറ്റ ഇവിടെ ആംഗിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ചെറിയ ഏരിയ, ഇത് A1 എന്നും ഇത് A2 എന്നും എടുക്കാം. ദിസ് ഈസ് A2. അപ്പോൾ നമുക്കറിയാവുന്ന റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ എ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഐ ആണ്, അല്ലേ? അപ്പോൾ ശരിക്കും ആദ്യത്തെ A1 ആണ്, ആദ്യത്തെ ഏരിയ A1. ഇനി അടുത്ത ഏരിയ എടുത്തു A2 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, കറണ്ട് എന്ത് സംഭവിക്കുന്നതാണ് അറിയേണ്ടത്. ഏരിയ ഇവിടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് കൂടുമോ, അല്ലെങ്കിൽ ഇത് ഐ എന്ന് പറയുന്ന ഐയേക്കാൾ കൂടിയ വാല്യൂ ഇവിടെ എഴുതണമോ, അതേ സെയിം ആണോ? എന്താണ് നിങ്ങളുടെ ആൻസർ? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ ഏരിയ കൂടി, അല്ലേ? ഏരിയ കൂടുമ്പോൾ ശരിക്കും കോസ് തീറ്റയുടെ വാല്യൂ, കോസ് തീറ്റയുടെ വാല്യൂ, ഇവിടെ തീറ്റ ഉണ്ടെന്ന് പറഞ്ഞു, കോസ് തീറ്റയുടെ വാല്യൂ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. അപ്പോൾ ഏരിയ കൂടുന്നവർ കോസ് തീറ്റയുടെ വാല്യൂ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. അപ്പോൾ അതിനനുസരിച്ച് ഇത് ഒന്നിനേക്കാൾ ചെറിയ വാല്യൂ ആവുകയും കറണ്ട് സെയിം ആയിരിക്കുകയും ചെയ്യും. കറണ്ടിനൊരു മാറ്റം ഉണ്ടാവില്ല, കറണ്ട് റിമെയിൻ സെയിം. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കണം. സോ എന്താ നമ്മൾ പറയുന്നത്? ഇഫ് ഏരിയ ഈസ് ഇൻക്രീസ്ഡ് then there is no effect on the current will remain same because cos theta, the value of cos theta will be less than 1. That is the reason. Okay, അടുത്ത വീഡിയോയിൽ നമുക്ക് വാട്ട് ഈസ് റെസിസ്റ്റൻസ്, പിന്നെ വാട്ട് ഈസ് ഓംസ് ലോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, സീ യു.